ശാന്തി. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഭിന്ന ഭിന്ന യുക്തികൾ മുന്നിൽ വച്ച് ഓർമ്മയുടെ യാത്രയിലിരിക്കൂ. ഈ പഴയ ലോകത്തെ മറന്ന് തൻ്റെ സ്വീറ്റ് ഹോമും പുതിയ ലോകവും ഓർമ്മിക്കൂ. ചോദ്യം: ഏതൊരു ആക്ട് അഥവാ പുരുഷാർത്ഥം ഇപ്പോൾ തന്നെയാണ് നടക്കുന്നത്, മുഴുവൻ കൽപ്പത്തിലും നടക്കുന്നില്ല? ഉത്തരം: ഓർമ്മയുടെ യാത്രയിലിരുന്ന് ആത്മാവിനെ പാവനമാക്കാനുള്ള പുരുഷാർത്ഥം മുഴുവൻ ലോകത്തെയും പതീതത്തിൽ നിന്നും പാവനമാക്കുന്നതിൻ്റെ ആക്ട് മുഴുവൻ കൽപ്പത്തിലും ഈ സംഗമ സമയത്ത് മാത്രമാണ് നടക്കുന്നത്. ഈ ആക്ട് ഓരോ കൽപ്പത്തിലും റിപ്പീറ്റ് ആകുന്നു. കുട്ടികളായ നിങ്ങൾ ഈ അനാദി അവിനാശി ഡ്രാമയുടെ വണ്ടർഫുൾ രഹസ്യത്തെ മനസ്സിലാക്കുന്നു. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. അതിനാൽ ആത്മീയ കുട്ടികൾ ദേഹി അഭിമാനിയായി അല്ലെങ്കിൽ ആത്മീയ അവസ്ഥയിൽ നിശ്ചയ ബുദ്ധിയായി ഇരിക്കണം അഥവാ കേൾക്കണം. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ആത്മാവ് തന്നെയാണ് ഈ ഓർഗൻസിലൂടെ കേൾക്കുന്നത്. ഇത് ദൃഢമായി ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. സദ്ഗതിയുടെയും ദുർഗതിയുടെയും ഈ ചക്രം ഓരോരുത്തരുടെയും ബുദ്ധിയിൽ ഇരിക്കുക തന്നെ വേണം. അതിൽ ജ്ഞാനവും ഭക്തിയും എല്ലാം വരുന്നു. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബുദ്ധിയിൽ ഇത് ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പകലിൻ്റെയും രാത്രിയുടെയും കളി എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ 84ൻ്റെ പാർട്ട് അഭിനയിക്കുന്നു. ബാബയ്ക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ കുട്ടികളെയും ഓർമ്മയിലിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. ഇതിലൂടെ നിങ്ങളുടെ വികർമ്മവും വിനാശമാകുന്നു, നിങ്ങൾ രാജ്യവും നേടുന്നു. ഈ പഴയ ലോകം ഇപ്പോൾ സമാപ്തമാകേണ്ടതുണ്ട് എന്ന് അറിയുന്നു. പഴയ കെട്ടിടം ഉണ്ടായിരിക്കുകയും പുതിയത് നിർമ്മിക്കുകയുമാണ് എങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയ കെട്ടിടത്തിലേക്ക് പോകും എന്ന് ഉള്ളിൽ നിശ്ചയമുണ്ടായിരിക്കും. പിന്നെ കെട്ടിടം ഉണ്ടാക്കുന്നതിന് ചിലപ്പോൾ 2 വർഷം എടുക്കും. ഇതുപോലെ ന്യൂഡൽഹിയിൽ ഗവൺമെൻറ് ഹൗസും മറ്റും തയ്യാറാക്കുമ്പോൾ തീർച്ചയായും ഗവൺമെൻറ് പറയും, നമ്മൾ ട്രാൻസ്ഫറായി ന്യൂഡൽഹിയിലേക്ക് പോകും എന്ന്. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഈ മുഴുവൻ പരിധിയില്ലാത്ത ലോകവും പഴയതാണ്. ഇപ്പോൾ പുതിയ ലോകത്തിലേക്ക് പോകണം. ബാബ യുക്തികൾ പറഞ്ഞു തരുന്നു. ഇങ്ങനെയെല്ലാമുള്ള യുക്തികളിലൂടെ ബുദ്ധിയെ ഓർമ്മയുടെ യാത്രയിൽ നിയുക്തമാക്കണം. നമുക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. അതിനാൽ സ്വീറ്റ് ഹോമിനെ ഓർമ്മിക്കണം. അതിനുവേണ്ടി മനുഷ്യർ പ്രയത്നിക്കുന്നു. ഈ ദുഃഖധാമം ഇപ്പോൾ സമാപ്തമാകേണ്ടതുണ്ട് എന്നതും മധുരമധുരമായ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, എന്നാൽ ഈ പഴയ ലോകം ഇഷ്ടമല്ല. നമുക്ക് പിന്നെ പുതിയ ലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു ചിത്രങ്ങളും മുന്നിലില്ലെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കുന്നു, ഇപ്പോൾ പഴയ ലോകത്തിൻ്റെ അന്തിമമാണ്. ഇപ്പോൾ നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോകും. ഭക്തി മാർഗത്തിലാണെങ്കിൽ എത്ര അനേകം ചിത്രങ്ങളുണ്ട്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടേത് വളരെ കുറവാണ്. നിങ്ങളുടേത് ഈ ജ്ഞാനമാർഗത്തിൻ്റെ ചിത്രങ്ങളാണ്. അതെല്ലാം ഭക്തി മാർഗത്തിൻ്റെതാണ്. ചിത്രങ്ങളിൽ തന്നെയാണ് മുഴുവൻ ഭക്തിയും നടക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടേത് റിയൽ ചിത്രമാണ്. അതിനാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും റോങ് എന്താണ്, റൈറ്റ് എന്താണ് എന്ന്. ബാബയെ പറയുന്നത് തന്നെ നോളജ്ഫുൾ എന്നാണ്. നിങ്ങൾക്ക് ഈ നോളജ് ഉണ്ട്. നിങ്ങൾക്കറിയാം നമ്മൾ മുഴുവൻ കൽപ്പത്തിലും എത്ര ജന്മങ്ങൾ എടുത്തു, ഈ ചക്രം എങ്ങനെ തിരിയുന്നു. നിങ്ങൾക്ക് നിരന്തരം ബാബയുടെ ഓർമ്മയിലും
ഈ നോളജിലും ഇരിക്കണം. ബാബ നിങ്ങൾക്ക് രചയിതാവിൻ്റെയും മുഴുവൻ രചനയുടെയും നോളജ് നൽകുന്നു. അപ്പോൾ ബാബയുടെയും ഓർമ്മ നിലനിൽക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. നിങ്ങൾ കേവലം ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ പതീത പാവനൻ എന്നും ലിബറേറ്റർ എന്നും ഗൈഡ് എന്നും പറയുന്നുവല്ലോ. എവിടേക്കുള്ള ഗൈഡാണ്? ശാന്തിധാമത്തിലേക്ക് അഥവാ മുക്തിധാമത്തിലേക്കുള്ളത്. അവിടം വരെയും ബാബ കൊണ്ടുപോയി വിടും. കുട്ടികളെ പഠിപ്പിച്ച് പുഷ്പങ്ങളാക്കി വീട്ടിൽ കൊണ്ടുപോയി വിടും. ബാബയ്ക്കല്ലാതെ ആർക്കും തന്നെ കൊണ്ടുപോകുവാൻ സാധിക്കില്ല. ആര് എത്ര തന്നെ തത്വജ്ഞാനിയും ബ്രഹ്മജ്ഞാനിയും ആയിക്കൊള്ളട്ടെ, അവർ മനസ്സിലാക്കുന്നു നമ്മൾ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരും എന്ന്. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ശാന്തിധാമം നമ്മുടെ വീടാണ്. അവിടെ പോയി പിന്നെ പുതിയ ലോകത്തിൽ നമ്മൾ ആദ്യം വരും. അവരെല്ലാം പിന്നീട് വരുന്നവരാണ്. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് എല്ലാ ധർമ്മങ്ങളും നമ്പർ വാറായി വരുന്നത്. സത്യയുഗത്തിലും ത്രേതായിലും ആരുടെ രാജ്യമാണ്? അവരുടെ ധർമ്മശാസ്ത്രം എന്താണ്? സൂര്യവംശിയുടെയും ചന്ദ്രവംശിയുടെയും ഒരേ ഒരു ശാസ്ത്രമാണ്. എന്നാൽ ആ ഗീതയാകട്ടെ റിയൽ അല്ല. കാരണം നിങ്ങൾക്ക് ഏതൊരു ജ്ഞാനമാണോ ലഭിക്കുന്നത് അത് ഇവിടെ തന്നെ സമാപ്തമാകുന്നു. അവിടെ ഏതെങ്കിലും ശാസ്ത്രങ്ങളില്ല. ദ്വാപരം മുതൽ ഏത് ധർമ്മം വരുന്നോ അവരുടെ ശാസ്ത്രങ്ങൾ നിലനിൽക്കുന്നു, തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപനയുണ്ടാകുന്നു. ബാക്കിയെല്ലാം വിനാശമാകണം. ഒരു രാജ്യം, ഒരു ധർമ്മം, ഒരു ഭാഷ, ഒരു മതം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് സ്ഥാപനമാകുന്നത് ഒന്നിലൂടെ മാത്രമേ സാധ്യമാകൂ. കുട്ടികളുടെ ബുദ്ധിയിൽ സത്യയുഗം മുതൽ കലിയുഗ അന്ത്യം വരെയുള്ള മുഴുവൻ ജ്ഞാനവുമുണ്ട്. ബാബ പറയുന്നു, ഇപ്പോൾ പാവനമാകുന്നതിനായി പുരുഷാർത്ഥം ചെയ്യൂ. നിങ്ങൾ പതീതമാകുന്നതിൽ പകുതി കൽപ്പമെടുത്തു. വാസ്തവത്തിൽ മുഴുവൻ കൽപ്പവും എന്ന് തന്നെ പറയാം. ഈ ഓർമ്മയുടെ യാത്രയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴാണ് പഠിക്കുന്നത്. അവിടെ ഇതില്ല. ദേവതമാർ പതീതത്തിൽ നിന്നും പാവനമാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നില്ല. അവർ ആദ്യമേ രാജയോഗം പഠിച്ച് ഇവിടെ നിന്നും പാവനമായി മാറുന്നു. അതിനെ പറയുന്നത് സുഖധാമം എന്നാണ്. നിങ്ങൾക്കറിയാം മുഴുവൻ കൽപ്പത്തിലും കേവലം ഇപ്പോൾ തന്നെയാണ് നമ്മൾ ഓർമ്മയുടെ യാത്രയുടെ പുരുഷാർത്ഥം ചെയ്യുന്നത്. പിന്നെ ഇതേ പുരുഷാർത്ഥം അഥവാ പതീത ലോകത്തെ പാവനമാക്കുന്നതിൻ്റെ ഏതൊരു ആക്റ്റാണോ നടക്കുന്നത് അത് വീണ്ടും കൽപ്പത്തിനു ശേഷം റിപ്പീറ്റാകും. ചക്രം തീർച്ചയായും കറങ്ങുമല്ലോ. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ എല്ലാ കാര്യങ്ങളുമുണ്ട്. ഇത് നാടകമാണ്. സർവ ആത്മാക്കളും പാർട്ട്ധാരിയാണ്. അവരിൽ അവിനാശി പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ഏതുപോലെയാണോ ആ ഡ്രാമ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്നാൽ ആ ഫിലിം തേഞ്ഞ് പഴങ്ങിപ്പോകുന്നു. ഇത് അവിനാശിയാണ്. ഇതും വണ്ടറാണ്. എത്ര ചെറിയ ആത്മാവിൽ മുഴുവൻ പാർട്ടും അടങ്ങിയിരിക്കുന്നു. ബാബ നിങ്ങൾക്ക് എത്ര ഗുഹ്യമായ മഹീനമായ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ ആരെങ്കിലും കേൾക്കുകയാണ് എങ്കിൽ പറയുന്നു, ഇത് വളരെ വണ്ടർഫുള്ളായ കാര്യങ്ങളാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ആത്മാവ് എന്താണ്? അതിപ്പോൾ മനസ്സിലായി. ശരീരത്തെ ആണെങ്കിൽ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഡോക്ടർമാർ മനുഷ്യൻ്റെ ഹാർട്ടിനെയും എടുത്ത് പുറത്ത് വയ്ക്കുന്നു, പിന്നെ തിരിച്ചു വയ്ക്കുന്നു. എന്നാൽ ആത്മാവിനെ ആർക്കും അറിയില്ല. ആത്മാവ് പതീതത്തിൽ നിന്നും എങ്ങനെ പാവനമാകുന്നു, ഇതും ആരും അറിയുന്നില്ല. പതീത ആത്മാവ്, പാവന ആത്മാവ്, മഹാൻ ആത്മാവ് എന്ന് പറയുന്നുണ്ടല്ലോ.
എല്ലാവരും വിളിക്കുന്നുമുണ്ട്, ഹേ പതീത പാവന, വന്ന് എന്നെ പാവനമാക്കൂ എന്ന്. പക്ഷേ ആത്മാവ് എങ്ങനെയാണ് പാവനമാവുക? അതിനുവേണ്ടി അവിനാശി സർജൻ ആവശ്യമാണ്. ആത്മാവ് വിളിക്കുന്നത് ആ ഒന്നിനെയാണ്. ആ ഒന്ന് പുനർജന്മരഹിതനാണ്. ആത്മാവിനെ പവിത്രമാക്കുന്നതിൻ്റെ ഔഷധം ആ ഒന്നിൻ്റെ അടുക്കലാണുള്ളത്. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് സന്തോഷത്തിൽ രോമാഞ്ചം ഉണ്ടാകേണ്ടതാണ്. ഭഗവാൻ പഠിപ്പിക്കുന്നു, തീർച്ചയായും നിങ്ങളെ ഭഗവാനും ഭഗവതിയും ആക്കി മാറ്റും. ഭക്തിമാർഗത്തിൽ ഈ ലക്ഷ്മി നാരായണന്മാരെ ഭഗവാൻ ഭഗവതി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ യഥാ രാജാ റാണി തഥാ പ്രജ ആയിരിക്കുമല്ലോ. തനിക്ക് സമാനം പവിത്രവുമാക്കുന്നു, ജ്ഞാനസാഗരവുമാക്കുന്നു, പിന്നെ തന്നേക്കാൾ അധികമായി വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. പവിത്രത്തിൻ്റെയും അപവിത്രത്തിൻ്റെയും കംപ്ലീറ്റ് പാർട്ട് നിങ്ങൾക്ക് അഭിനയിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ബാബ വന്നു കഴിഞ്ഞു വീണ്ടും ആദി സനാതന ദേവീ ദേവത ധർമ്മം സ്ഥാപിക്കാൻ. അതിനെക്കുറിച്ച് തന്നെയാണ് ഈ ധർമ്മം പ്രായലോപമായി എന്ന് പറയുന്നത്. വടവൃക്ഷവുമായി താരതമ്യം ചെയ്തിരിക്കുന്നു. ശാഖകൾ അനേകം വരുന്നു, തായ്തടിയില്ല. എത്ര ധർമ്മങ്ങളുടെ ശാഖകളാണ് വരുന്നത്. ഫൗണ്ടേഷനാകുന്ന ദേവതാധർമ്മമില്ല, പ്രായലോപമാണ്. ബാബ പറയുന്നു, ആ ധർമ്മമുണ്ട്, പക്ഷേ ധർമ്മത്തിൻ്റെ പേര് തിരിച്ചു കളഞ്ഞു. പവിത്രമല്ലാത്തത് കാരണം സ്വയം ദേവത എന്ന് പറയുവാൻ സാധിക്കില്ല. ദേവതയല്ല, അതിനാലാണല്ലോ ബാബ വന്ന് രചനയെ രചിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ പവിത്ര ദേവതയായിരുന്നു, ഇപ്പോൾ പതീതമായിരിക്കുന്നു. ഓരോ വസ്തുവും ഇങ്ങനെയാണ്. കുട്ടികളായ നിങ്ങൾ ഇത് മറക്കുവാൻ പാടില്ല. ആദ്യത്തെ ലക്ഷ്യമാണ് ബാബയെ ഓർമ്മിക്കുന്നതിൻ്റേത്. അതിലൂടെയാണ് പാവനമാകേണ്ടത്. നമ്മെ പാവനമാക്കൂ എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. നമ്മെ രാജാ റാണിയാക്കി മാറ്റൂ എന്ന് പറയില്ല. അപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് വളരെയധികം ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഭഗവാന്റെ കുട്ടികളാണ്. ഇപ്പോൾ നമുക്ക് തീർച്ചയായും സമ്പത്ത് ലഭിക്കേണ്ടതാണ്. കൽപ്പകൽപ്പങ്ങളിൽ ഈ പാർട്ട് അഭിനയിച്ചു. വൃക്ഷം വളർന്നുകൊണ്ട് തന്നെയിരിക്കും. ബാബ ചിത്രങ്ങളുടെ മേലും മനസ്സിലാക്കിച്ചു തന്നു, ഇതാണ് സദ്ഗതിയുടെ ചിത്രം. നിങ്ങൾക്ക് ഓറലിയും മനസ്സിലാക്കിച്ചു തരുന്നു, ചിത്രങ്ങളുടെ മേലും മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങളുടെ ഈ ചിത്രങ്ങളിൽ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം വരുന്നു. സേവനം ചെയ്യുന്ന കുട്ടികൾ തനിക്ക് സമാനമാക്കുന്നു. പഠിച്ച ശേഷം പഠിപ്പിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യണം. എത്ര കൂടുതൽ പഠിക്കുമോ അത്രയും ഉയർന്ന പദവി നേടും. ബാബ പറയുന്നു, ഞാൻ പുരുഷാർത്ഥം ചെയ്യിക്കുന്നു, പക്ഷേ ഭാഗ്യവും ഉണ്ടാകണമല്ലോ. ഓരോരുത്തരും ഡ്രാമ അനുസരിച്ച് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡ്രാമയുടെ രഹസ്യവും ബാബ മനസ്സിലാക്കിച്ചു തന്നു. ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്, കൂടെ കൊണ്ടുപോകുന്ന സത്യം സത്യമായ സദ്ഗുരുവുമാണ്. ആ ബാബ അകാലമൂർത്തിയാണ്. ഇത് ആത്മാവിൻ്റെ സിംഹാസനമാണല്ലോ. അതിലൂടെ ഈ പാർട്ട് അഭിനയിക്കുന്നു. ബാബയ്ക്കും പാർട്ട് അഭിനയിക്കുവാനും സദ്ഗതി ചെയ്യുവാനും സിംഹാസനം ആവശ്യമാണല്ലോ. ബാബ പറയുന്നു, എനിക്ക് സാധാരണ ശരീരത്തിൽ തന്നെയാണ് വരേണ്ടത്. ബാഹ്യമായ ആഡംബരമോ മറ്റോ വയ്ക്കുക സാധ്യമല്ല. ആ ഗുരുക്കന്മാരുടെ ഫോളോവേഴ്സ് ആണെങ്കിൽ ഗുരുവിനു വേണ്ടി സ്വർണത്തിൻ്റെ സിംഹാസനവും കൊട്ടാരവും മറ്റും ഉണ്ടാക്കുന്നു. നിങ്ങൾ എന്തുണ്ടാക്കും? നിങ്ങൾ കുട്ടികളുമാണ്, സ്റ്റുഡൻസുമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒന്നിനു വേണ്ടി എന്തു ചെയ്യും? എവിടെ ഉണ്ടാക്കും?
ഇതാകട്ടെ സാധാരണമാണല്ലോ. കുട്ടികൾക്ക് ഇതും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. വേശ്യകളുടെ സർവീസ് ചെയ്യൂ, ദരിദ്രരെയും ഉദ്ധരിക്കണം. കുട്ടികൾ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ബനാറസിലും പോയി. അവരെ നിങ്ങൾ ഉയർത്തിയെങ്കിൽ പറയും, ആഹാ, BKസിൻ്റെ അത്ഭുതം തന്നെ. വേശ്യകൾക്കും ഈ ജ്ഞാനം കൊടുക്കുന്നു. അവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ ഈ തൊഴിൽ ഉപേക്ഷിച്ച് ശിവാലയത്തിൻ്റെ അധികാരിയാകൂ. ഈ നോളജ് പഠിച്ച ശേഷം പഠിപ്പിക്കൂ. വേശ്യകൾക്കും പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ സാധിക്കും. പഠിച്ച് സമർത്ഥരായി മാറുകയാണെങ്കിൽ പിന്നെ തൻ്റെ ഓഫീസേഴ്സിനെയും മനസ്സിലാക്കിക്കും. ഹാളിൽ ചിത്രങ്ങളും മറ്റും വെച്ച് ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. അപ്പോൾ എല്ലാവരും പറയും, ആഹാ, വേശ്യകളെ ശിവാലയവാസി ആക്കുന്നതിനായി ഈ BKs നിമിത്തമായിരിക്കുന്നു. കുട്ടികൾക്ക് സേവനത്തിന് വേണ്ടി ചിന്ത നടക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ മേൽ വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അഹല്യമാർ, കുബ്ജമാർ, കാട്ടുജാതിക്കാർ, ഗണികമാർ, ഇവരുടെ സർവരുടെയും ഉദ്ധാരണം ചെയ്യണം. സാധുക്കളെയും ഉദ്ധരിച്ചു എന്ന മഹിമയുമുണ്ട്. സാധുക്കളുടെ ഉദ്ധാരണം അവസാനമാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ അവർ നിങ്ങളുടേതായി മാറിയെങ്കിൽ ഭക്തിമാർഗം തന്നെ മുഴുവനും ഇല്ലാതാകുമായിരുന്നു. റെവല്യൂഷൻ ഉണ്ടാകും. നമ്മൾ തോൽവിയടഞ്ഞു എന്ന് പറഞ്ഞ് സന്യാസിമാർ തന്നെ തൻ്റെ ആശ്രമം ഉപേക്ഷിക്കുന്നത് അന്തിമത്തിൽ ഉണ്ടാകും. ബാബ ഡയറക്ഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയെല്ലാം ചെയ്യൂ എന്ന്. ബാബ പുറത്തു പോവുക സാധ്യമല്ല. ബാബ പറയും, കുട്ടികളുടെ അടുത്ത് പോയി പഠിക്കൂ. മനസ്സിലാക്കിച്ചു കൊടുക്കാനുള്ള യുക്തികൾ എല്ലാ കുട്ടികൾക്കും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യം ചെയ്തു കാണിക്കണം. അതിലൂടെ മനുഷ്യരുടെ മുഖത്ത് നിന്നും ആഹാ ആഹാ എന്ന് വരണം. ശക്തികളിൽ ജ്ഞാനബാണം ഭഗവാൻ നിറച്ചിരുന്നു എന്ന് മഹിമയുണ്ട്. ഇതാണ് ജ്ഞാനബാണം. നിങ്ങൾക്കറിയാം, ഈ ബാണം നിങ്ങളെ ഈ ലോകത്ത് നിന്നും ആ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം വിശാല ബുദ്ധിയാകണം. ഒരു സ്ഥാനത്തെങ്കിലും നിങ്ങളുടെ പേരുണ്ടായി എങ്കിൽ, ഗവൺമെൻറ്റിന് അറിയാൻ കഴിഞ്ഞു എങ്കിൽ പിന്നെ വളരെയധികം പ്രഭാവമുണ്ടാകും. ഒരു സ്ഥാനത്ത് നിന്ന് തന്നെ ഏതെങ്കിലും നല്ല 5-7 ഓഫീസേഴ്സ് വരികയാണെങ്കിൽ അവർ പത്രങ്ങളിലിടാൻ തുടങ്ങും. പറയും, ഈ BKs വേശ്യകളെയും ആ തൊഴിൽ വിടുവിച്ച് ശിവാലയത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. വളരെയധികം അഭിനന്ദനങ്ങൾ വരും. ധനവും മറ്റുമെല്ലാം അവർ കൊണ്ടുവരും. നിങ്ങൾ ധനം എന്തു ചെയ്യും? നിങ്ങൾ വലിയ വലിയ സെൻറ്റേഴ്സ് തുറക്കും. ധനം കൊണ്ട് ചിത്രങ്ങളും മറ്റും ഉണ്ടാക്കണം. മനുഷ്യർ കണ്ട് വളരെയധികം അത്ഭുതപ്പെടും. പറയും, ആദ്യം നിങ്ങൾക്കാണ് പ്രൈസ് നൽകേണ്ടത്. ഗവൺമെൻറ് ഹൗസിലും നിങ്ങളുടെ ചിത്രം കൊണ്ടുപോകും. ഇതിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാകും. മനുഷ്യനെ എങ്ങനെ ദേവതയാക്കി മാറ്റാം എന്ന ആഗ്രഹം മനസ്സിലുണ്ടാകണം. ആരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ എടുത്തത് അവർ തന്നെ എടുക്കും എന്നത് അറിയുന്നു. ഇത്രയും ധനവും മറ്റുമെല്ലാം ഉപേക്ഷിക്കുക എന്നതിൽ പ്രയത്നമുണ്ട്. ബാബ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റേതായ വീടോ മിത്രസംബന്ധികളോ ഒന്നും തന്നെയില്ല. എനിക്ക് എന്തോർമ്മ വരാനാണ്? ബാബയുടെയും കുട്ടികളായ നിങ്ങളുടെയും അല്ലാതെ ഒന്നും തന്നെയില്ല. സർവ്വതും എക്സ്ചേഞ്ച് ചെയ്തു. ബാക്കി ബുദ്ധി എവിടെ പോകും? ബാബയ്ക്ക് രഥം നൽകി. നിങ്ങളെപ്പോലെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം രഥം ബാബയ്ക്ക് ലോണായി നൽകിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. സൂര്യവംശി കുലത്തിൽ ആദ്യം വരുന്നതിനായി.
ഇതാണ് നരനിൽ നിന്നും നാരായണനാകുന്നതിൻ്റെ കഥ. മൂന്നാമത്തെ നേത്രം ആത്മാവിന് ലഭിക്കുന്നു. നമ്മൾ ആത്മാവ് പഠിച്ച് നോളജ് കേട്ട് ദേവതയായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ രാജാക്കന്മാരുടെയും രാജാവാകും. ശിവ് ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ഡബിൾ കിരീടധാരിയാക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധി എത്ര തുറന്നിരിക്കുന്നു. ഡ്രാമയനുസരിച്ച് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ഇപ്പോൾ ഓർമ്മയുടെ യാത്രയിലും ഇരിക്കണം. സൃഷ്ടിചക്രത്തെയും ഓർമ്മിക്കണം. പഴയ ലോകത്തെ ബുദ്ധിയിലൂടെ മറക്കണം. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കട്ടെ. ഇപ്പോൾ നമുക്ക് വേണ്ടി പുതിയ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദുഃഖത്തിൻ്റെ പഴയ ലോകം ഇതാ സമാപ്തമായി കഴിഞ്ഞു. ഈ ലോകം തീർത്തും ഇഷ്ടപ്പെടരുത്. ഇതുപോലെ ബാബ തൻ്റെ സർവ്വതും എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ ബുദ്ധി എവിടെയും പോകുന്നില്ല. അതുപോലെ ഫാദറിനെ ഫോളോ ചെയ്യണം. നമ്മൾ മനുഷ്യനെ ദേവതയാക്കുന്നതിൻ്റെ സേവനം ചെയ്യട്ടെ. ഈ വേശ്യാലയത്തെ ശിവാലയമാക്കട്ടെ എന്ന ആഗ്രഹം മനസ്സിലുണ്ടായിരിക്കട്ടെ. വരദാനം: ദേഹാഭിമാനത്തിൻ്റെ റോയൽ രൂപത്തെയും സമാപ്തമാക്കുന്ന സാക്ഷിയും ദൃഷ്ടാവുമായി ഭവിക്കട്ടെ. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് റിഗാർഡ് നൽകാതിരിക്കുക, കട്ട് ചെയ്യുക. ഇതും ദേഹാഭിമാനത്തിൻ്റെ റോയൽ രൂപമാണ്. അത് തൻ്റെ അഥവാ മറ്റുള്ളവരുടെ അപമാനം ഉണ്ടാക്കിക്കുന്നു. കാരണം ആരാണോ കട്ട് ചെയ്യുന്നത് അവർക്ക് അഭിമാനം വരുന്നു. ആരുടെ വാക്കുകളെയാണോ കട്ട് ചെയ്യുന്നത് അവർക്ക് അപമാനം തോന്നുന്നു. അതിനാൽ സാക്ഷി ദൃഷ്ടാവിൻ്റെ വരദാനത്തെ സ്മൃതിയിൽ വച്ച് ഡ്രാമയുടെ പരിചയിലൂടെ അഥവാ ഡ്രാമയുടെ പാളത്തിലൂടെ ഓരോ കർമ്മവും സങ്കല്പവും ചെയ്തുകൊണ്ട് ഞാൻ എന്ന ഭാവത്തിൻ്റെ ഈ റോയൽ രൂപത്തെയും സമാപ്തമാക്കി ഓരോരുത്തരുടെയും വാക്കുകൾക്ക് ബഹുമാനം നൽകൂ, സ്നേഹം നൽകൂ. അപ്പോൾ അവർ സദാകാലത്തേക്ക് സഹയോഗി ആകും. സ്ലോഗൻ: പരമാത്മാവിൻ്റെ ശ്രീമത്താകുന്ന ജലത്തിൻ്റെ ആധാരത്തിലൂടെ കർമ്മമാകുന്ന ബീജത്തെ ശക്തിശാലി ആക്കൂ. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. ഓരോ സമയത്തും ഓരോ ആത്മാവിനെ പ്രതിയും മനസ്സ സ്വതവേ ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും ശുദ്ധ വൈബ്രേഷൻ ഉള്ളതായി സ്വയം തനിക്കും മറ്റുള്ളവർക്കും അനുഭവം ഉണ്ടാകണം. മനസ്സിലൂടെ ഓരോ സമയത്തും സർവ ആത്മാക്കളെ പ്രതിയും ആശീർവാദങ്ങൾ വന്നുകൊണ്ടിരിക്കട്ടെ. മനസ്സ സദാ ഈ സേവനത്തിൽ ബിസി ആയിരിക്കണം. ഏതുപോലെ വാച സേവനത്തിൽ ബിസി ആയിരിക്കുന്നതിൻ്റെ അനുഭവി ആയിക്കഴിഞ്ഞു. അഥവാ സേവനം ലഭിക്കുന്നില്ലെങ്കിൽ സ്വയം ശൂന്യമായി അനുഭവിക്കുന്നു. അതേപോലെ ഓരോ സമയത്തും വാണിയോടൊപ്പം മനസ്സാ സേവനം സ്വതവേ നടന്നുകൊണ്ടിരിക്കട്ടെ. ഓം ശാന്തി. ഓം ശാന്തി. ഞാൻ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്.
ഈ ആത്മസ്ഥിതി സുഖവും ശാന്തിയുമാകുന്ന സ്വധർമ്മത്തിൽ എന്നെ സഹജമായി സ്ഥിതി ചെയ്യിക്കുന്നു. ബിന്ദുരൂപമായ ഞാൻ ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിൽ സഹജമായി സ്ഥിതി ചെയ്യുന്നു. ശീതളമായ ഒരു സ്ഥാനത്തിരിക്കവേ ശീതളതയുടെ അനുഭവം സ്വതവേ ഉണ്ടാകുന്നത് പോലെ ഈ ശാന്തിധാമത്തിൽ ശാന്തിസാഗരനായ ബാബയുടെ സമീപത്ത് ഈ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ മഗ്നമായിരിക്കുമ്പോൾ ഗഹനമായ ശാന്തിയുടെ ആത്മശാന്തിയുടെ അനുഭവം എനിക്ക് പ്രാപ്തമാവുകയാണ്. ബിന്ദുരൂപനായ ബാബയുടെ ഓർമ്മ എന്നിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനായ ബാബയുമായി ഇങ്ങനെ കമ്പൈൻഡ് സ്വരൂപമായിരുന്ന ഞാൻ ഇപ്പോൾ വിശ്വത്തിലേക്ക് ഈ അനുപമമായ ശാന്തിയുടെ പ്രകാശവീചികൾ വ്യാപിപ്പിക്കുകയാണ്.